നമ്മുടെ നിക്കോളസ് കേജിൻ്റെ ഒരു പടം റീസെൻ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. പുള്ളിക്കാരൻ വയസ്സായി, പക്ഷെങ്കിലും പടങ്ങളൊക്കെ ഒരുപാട് സെലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഗംഭീര പടങ്ങളൊന്നും ഇടയ്ക്കൊന്നും വന്നിട്ടില്ല, ഇടക്കാലത്തൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഡ്രീം സിനാരിയോ. സോ ഈ ഒരു പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് പടം കണ്ടു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. കാരണം ഒരു ഡ്രീം കൺസെപ്റ്റാണ് ഇതിനുള്ളിൽ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ഡ്രീം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഡ്രീംസുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് കഥ എന്ന് പറയുന്നത്. എൻ്റെ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് ഒരു സ്ലോ ബേസിലാണ് പോകുന്നത്. ഒരു ബോറിങ് കാര്യങ്ങളൊക്കെ കുറച്ച് ഉണ്ടാകുന്നുണ്ട്. ബട്ട് കഥ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യത്യസ്തമായിട്ടുള്ള കഥയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല, ഒരു എൻ്റർടൈൻമെൻറ്റ് പക്കായിട്ട് നമുക്ക് വേണം. സോ അതിൽ പലയിടങ്ങളിലും ഒരു പടം മിസ്സായി പോകുന്നുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് എൻഡിങ് കുറച്ച് രസകരമാക്കാമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. വേണമെങ്കിൽ ഒരു തവണ